ഹായ്. അപ്പം ഇന്നത്തെ റെസിപ്പി പാൽ വാഴയ്ക്കയാണ്. അപ്പം ബറാത്തിന് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഐറ്റമാണ് പാൽ വാഴക്ക. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം കുറച്ച് മെനക്കേടുള്ള പണിയാണ് ഇതിപ്പം. എൻ്റെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ കുറേ പേര് കൂടിയിട്ടാണ് ഉണ്ടാക്കല്. ഇതിപ്പം ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് ഐറ്റംസ് ആദ്യം റെഡിയാക്കാനുണ്ട്. അപ്പം ഇതിന് തേങ്ങാപ്പാൽ വേണം. അപ്പം ഒരു ഫുള്ള് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പം അത് പാലെടുക്കണം. പിന്നെ കുഞ്ഞിപ്പിടി, അതായത് ഞങ്ങളവിടെ കടുമ്പ് എന്നാണ് പറയുന്നത്, ചെറിയ ചെറിയ പിടി അതുണ്ടാക്കണം. പിന്നെ പരിപ്പ് വേവിക്കണം. ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം വെള്ളം തിളപ്പിച്ച്, ഇവിടെ അരിപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത് പിടി. പിന്നെ ഞങ്ങൾ അരി അരച്ചുണ്ടാക്കും. അപ്പം ഇത് പൊടി വാട്ടിയതിന് ശേഷം, പത്തിരിപ്പൊടിയാണ്, അത് വാട്ടിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ആവിയിൽ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് കൂടുതലിട്ടാൽ അത്രയും നല്ലതാണ്. ഇടയ്ക്ക് കടിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പരിപ്പ് ഞാൻ ഒറ്റ വിസിലിന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചരി അരക്കണം. ഞാൻ ഒരു നാഴി പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഒന്ന് അരച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. കൂടുതൽ കട്ടിയാവണ്ട, ലൂസിൽ തന്നെയാണ് വേണ്ടത്. പിന്നെ തേങ്ങാപ്പാൽ എടുക്കാനുണ്ട്. തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും വേണം. അപ്പം അങ്ങനെ രണ്ടും എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം എല്ലാം സെറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഉരുളി അടുപ്പത്ത് വെക്കാൻ പറ്റൂ. അപ്പം തേങ്ങാപ്പാൽ അങ്ങനെ എല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പഴം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 3-4 പഴം വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും എടുക്കുന്നുണ്ട്. പിന്നെ ഉരുളി അടുപ്പത്തോട്ട് വെക്കുന്നുണ്ട്. എല്ലാം ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഉരുളി അടുപ്പത്തോട്ട് വെക്കേണ്ടത്. അതിൽ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കണം ആദ്യം. രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അപ്പം ഉരുളി വെക്കുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യമുണ്ട്. അതായത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പഴവും മറ്റേ കുഞ്ഞിപ്പിടിയും പരിപ്പും കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പഞ്ചസാര ഒരു 1-2 തവി പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ അതൊന്ന് പഞ്ചസാര പിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ കുറുക്കുന്നതിലോട്ട് ഇട്ടാൽ ഈ പഴത്തിലും പരിപ്പിലും ഇതിലൊന്നും അങ്ങനെ പഞ്ചസാര പിടിക്കില്ല. അപ്പോൾ പഞ്ചസാര നല്ലപോലെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് അടുപ്പത്ത് വെച്ചൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് രണ്ടാം പാൽ ഉരുളിയിലോട്ട് ഒഴിച്ചിട്ട് അരച്ച് വെച്ചിരിക്കുന്ന പച്ചരിക്കൂട്ട്, ഒന്നാം പാൽ നമ്മളിപ്പോൾ എടുക്കാൻ പാടില്ല, ഒന്നാം പാൽ ലാസ്റ്റ് ഒഴിക്കാനാണ്. അതുകൊണ്ട് രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം അരച്ച കൂട്ട്, അല്ലെങ്കിൽ അരിപ്പൊടി കലക്കിയെടുത്താലും മതി. അരച്ച കൂട്ടിട്ടിട്ട് തുടരെ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അരി അരച്ച് കട്ട പിടിക്കും. അതുകൊണ്ട് നമ്മൾ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 5-8 മിനിറ്റ് ഇളക്കുമ്പോൾ തന്നെ അത് കുറുകി വരും. അപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴവും പരിപ്പൊക്കെയുള്ള കൂട്ട് ഇതിലോട്ട് ഇട്ടിട്ട് വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് വീണ്ടും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പിന്നെ ലാസ്റ്റ് നല്ലപോലെ കുറുകി അരിപ്പൊടി വെന്തോന്നൊന്ന് നോക്കണം. ചിലപ്പോൾ അരിപ്പൊടിയുടെ പച്ചമണം ഉണ്ടാവും. അപ്പോൾ അരിപ്പൊടി വെന്ത് നോക്കിയിട്ട് നമ്മൾ ലാസ്റ്റ് കുറുകി വരുമ്പോൾ ഒന്നാം പാലും കൂടി ഒഴിച്ച് കൊടുക്കണം. അതും കൂടി ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് ഏലക്കപ്പൊടിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിൽ കാച്ചി ഒഴിക്കാം. നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ മിക്സിംഗ് ആണ്, അതായത് നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് അടിക്ക് പിടിക്കും. അതുകൊണ്ട് നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പം ലാസ്റ്റ് റെഡിയാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുറുകി വന്നിട്ട് ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ
ലാസ്റ്റ് വന്നിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കശുവണ്ടി മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിൽ കാച്ചി ഒഴിക്കുന്നുണ്ട്. ചെറിയുള്ളി വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം. എന്നിട്ട് ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കിയിട്ട് പിന്നെ ബറാത്തിൻ്റെ അന്ന് എല്ലാവർക്കും കൊടുക്കും. അതിന് ശേഷം കൂടുതൽ ഉണ്ടാക്കും. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ. 2-3 തേങ്ങേൻ്റെ പാലൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇത് എന്ന് വെച്ചാൽ നമുക്ക് നാളെയും കൂടി, അതായത് തണുത്തതിന് ശേഷം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് ആദ്യം കഴിക്കും, രാത്രി കഴിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ളത് നമ്മൾ ഇത് ചൂടോടെ തന്നെ അധികം തണിക്കുന്നതിന് മുന്നേ വേറെ വേറെ പാത്രങ്ങളിലോട്ട് ചെറിയ ചെറിയ പാത്രങ്ങളിലോട്ട് മാറ്റണം. അല്ലെങ്കിൽ നല്ലപോലെ കട്ടി പിടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ വേറെ പാത്രത്തിലോട്ട് അങ്ങനെ ഓരോന്നായിട്ട് മാറ്റി വെക്കുന്നുണ്ട്.